Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ 7th വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് കുറേ എണ്ണം മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ കുറേ പേരുടെ കമൻസ് ഒക്കെ ഞാൻ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു, അതുപോലെ യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പാസേജ് വായിച്ചിട്ട്, അതായത് ഒരു ഇംഗ്ലീഷ് പാസേജ് വായിച്ചിട്ട് അതിൻ്റെ മലയാളം അർത്ഥം മനസ്സിലാക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോവാം. പിന്നെ ഒരു കാര്യമുണ്ട്, ലാസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനെ ആൻസർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹാരോൾഡ് വില്യംസ് സോൾഡ് ചീപ്പ് ഷൂസ്. ഹാരോൾഡ് വില്യംസ് എന്ന് പറയുന്നത് പേരാണ്. സോൾഡ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. സോൾഡ് എന്ന് പറഞ്ഞാലോ വിറ്റു. എന്താണ് വിറ്റത്? ചീപ്പ് ഷൂസ്, അതായത് വില കുറഞ്ഞ ഷൂകൾ. അപ്പോൾ ഹാരോൾഡ് വില്യംസ് വില കുറഞ്ഞ ഷൂകൾ വിറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. ഹീ ഹാഡ് എ സ്മോൾ ട്രക്ക് ആൻഡ് ഹി ബോട്ട് ദ ഷൂസ് ഫ്രം ദി ഫാക്ടറി ആൻഡ് ടുക്ക് ദം ഫ്രം വൺ ഹൗസ് ടു അനദർ ആൻഡ് ട്രൈ ടു സെൽ ദം ടു പീപ്പിൾ. ഹീ ഹാഡ് എ സ്മോൾ ട്രക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെറിയൊരു ചരക്ക് വണ്ടി ഉണ്ടായിരുന്നു. ആൻഡ് ഹി ബോട്ട് ദ ഷൂസ് ഫ്രം ദി ഫാക്ടറി. ബോട്ട് എന്ന് പറഞ്ഞാൽ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ബോട്ട് എന്ന് പറഞ്ഞാലോ വാങ്ങി. എന്താണ് വാങ്ങിയത്? ഷൂസ് വാങ്ങി, അതായത് ഷൂകൾ വാങ്ങി. എവിടെ നിന്നാണ് വാങ്ങിയത്? ഫ്രം ദി ഫാക്ടറി. ഫാക്ടറിയിൽ നിന്ന് വാങ്ങി. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുന്ന പോലെ തോന്നും. ആൻഡ് took them from one house to another and tried to sell them to people. took എന്ന് പറഞ്ഞാൽ ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. took എന്ന് പറഞ്ഞാലോ എടുത്തു. them എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഷൂകളെയാണ്. അപ്പോൾ ആ ഷൂകൾ എടുത്തു. എവിടേക്കാണ്? ഫ്രോം വൺ ഹൗസ് ടു അനദർ, അതായത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എടുത്തു. ആൻഡ് ട്രൈ ടു സെൽ ദം ടു പീപ്പിൾ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകളാണ്. അപ്പോൾ ട്രൈ ടു സെൽ ദം ടു പീപ്പിൾ എന്ന് പറഞ്ഞാലോ ഷൂകൾ വിൽക്കാൻ അയാൾ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആർക്കാണ്? ആളുകൾക്ക് വിൽക്കാൻ ശ്രമിച്ചു. ഹി സോൾഡ് എ ലോട്ട് ഓഫ് ഹിസ് ഷൂസ് ഇൻ സ്മോൾ വില്ലേജസ് ബിക്കോസ് there were not many shops there and people did not want to go to the town and buy their shoes as it was difficult for them to go to the town. He sold a lot of his shoes in small villages. He sold എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. സോൾഡ് എന്ന് പറഞ്ഞാലോ വിറ്റു. എന്താണ് വിറ്റത്? എ ലോട്ട് ഓഫ് ഹിസ് ഷൂസ്, അതായത് അവൻ്റെയിലുള്ള കുറേ ഷൂകൾ വിറ്റു. ഇൻ സ്മോൾ വില്ലേജസ് എന്ന് പറഞ്ഞാലോ ചെറിയ ഗ്രാമങ്ങളിൽ. ബിക്കോസ് ദർ വെർ നോട്ട് മെനി ഷോപ്സ് ദർ. എന്തുകൊണ്ടെന്നാൽ അവിടെ അധികം കടകൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് പീപ്പിൾ ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു ദ ടൗൺ ആൻഡ് ബൈ ദെയർ ഷൂസ്. അതുപോലെ തന്നെ ആളുകൾക്ക് പട്ടണത്തിൽ പോയി ഷൂകൾ വാങ്ങാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്താണ്? ആസ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഫോർ ദം ടു ഗോ ടു ദ ടൗൺ. കാരണം അവർക്ക് ടൗണിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതായത് പട്ടണത്തിലേക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പട്ടണത്തിൽ പോയി ഷൂകൾ വാങ്ങാത്തത്. വൺ ഡേ ഹാരോൾഡ് ഡ്രോവ് അലോങ് ദ സ്ട്രീറ്റ് ഓഫ് എ വില്ലേജ് ആൻഡ് ദെൻ ഹി സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദി ഹൗസസ്. വൺ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. ഹാരോൾഡ് ഡ്രോവ് എന്ന് പറഞ്ഞാലോ ഡ്രോവ് എന്ന് പറയുന്നത് ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക. ഡ്രോവ് എന്ന് പറഞ്ഞാലോ ഓടിച്ചു. എലോങ് ദി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവിലൂടെ എന്ന് പറയാനാണ് അവിടെ എലോങ് ദി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. എവിടുത്തെ തെരുവാണ്? ഓഫ് എ വില്ലേജ്, ഒരു ഗ്രാമത്തിലെ തെരുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ഹി സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദി ഹൗസസ്. ദെൻ ഹി സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ നിർത്തി. എവിടെയാണ് നിർത്തിയത്? ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദി ഹൗസസ്, ഒരു വീടിന് മുന്നിൽ നിർത്തി. there was a small boy beside the door. there was a small boy എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. beside the door എന്ന് പറഞ്ഞാൽ വാതിലിന് സമീപം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാരോൾഡ് opened the window of his truck and told to the boy, hello, is your mother at home? ഹാരോൾഡ് ഓപ്പൺ ദ വിൻഡോ ഓഫ് ഹിസ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഹാരോൾഡ് തൻ്റെ ട്രക്കിൻ്റെ ചില്ല് തുറന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ടോൾഡ് ടു ദ ബോയ്, എന്നിട്ട് പറഞ്ഞു, ആൺകുട്ടിയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹലോ, ഈസ് യുവർ മദർ അറ്റ് ഹോം? അതായത്
ഹലോ, നിന്റെ അമ്മ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദി ബോയ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ദെൻ ഹി ആൻസേർഡ് യെസ് ഷീ ഈസ്. ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി അയാളെ നോക്കി. ആൻഡ് ദെൻ എന്നിട്ട് പിന്നീട് എന്താ ചെയ്തത്? ഹി ആൻസേർഡ്, അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ആൻസർ പറഞ്ഞത്? യെസ് ഷീ ഈസ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന് തൊട്ട് മുൻപ് ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഈസ് യുവർ മദർ അറ്റ് ഹോം, അതായത് നിൻ്റെ അമ്മ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇവിടെ യെസ് അമ്മ വീട്ടിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യെസ് ഷീ ഈസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കംപ്ലീഷൻ എന്താണ്? യെസ് ഷീ ഈസ് അറ്റ് ഹോം എന്നാണ്. ദാറ്റ്സ് ഗുഡ് ഹാരോൾഡ് സെഡ് ആൻഡ് ഹി സ്മൈൽഡ്. ദാറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സാധാരണ അത് നന്നായി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ പറയാണ്. ദാറ്റ്സ് ഗുഡ് ഹാരോൾഡ് സെഡ് ആൻഡ് ഹി സ്മൈൽഡ്. ഹാരോൾഡ് അത് പറഞ്ഞ് പുഞ്ചിരിച്ചു. ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ട്രക്ക്, took some shoes from the bag and went to the door of the house. He got out of his truck എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ ട്രക്കിന് പുറത്തിറങ്ങി. took some shoes എന്ന് പറഞ്ഞാൽ കുറച്ച് ഷൂസ് എടുത്തു. എവിടെ നിന്നാണ് എടുത്തത്? ഫ്രം ദി ബാക്ക്, ബാക്കിൽ നിന്ന്, അതായത് പിന്നിൽ നിന്ന് എടുത്തു. ആൻഡ് വെൻറ്റ് ടു ദ ഡോർ ഓഫ് ദി ഹൗസ്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. വെൻറ്റ് എന്ന് പറഞ്ഞാലോ പോയി. എങ്ങോട്ടാണ് പോയത്? ടു ദ ഡോർ ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞാൽ വീടിന്റെ വാതിൽക്കൽ പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി നോക്ക്ഡ് അറ്റ് ദി ഡോർ ആൻഡ് ദെൻ ഹി വെയിറ്റഡ് ബട്ട് ദി ഡോർ ഡിഡ് നോട്ട് ഓപ്പൺ. ഹി നോക്ക്ഡ് അറ്റ് ദി ഡോർ എന്ന് പറഞ്ഞാൽ അയാൾ വാതിൽ മുട്ടി. ആൻഡ് ദെൻ ഹി വെയിറ്റഡ്, എന്നിട്ട് എന്താ ചെയ്തത്? അയാൾ കാത്തു നിന്നു. ബട്ട് ദ ഡോർ ഡിഡ് നോട്ട് ഓപ്പൺ, പക്ഷേ വാതിൽ തുറന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആഫ്റ്റർ എ മിനിറ്റ് Harold knocked at the door again and waited for about 2 minutes, but again the door did not open. After a minute, Harold knocked at the door again. After a minute എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിന് ശേഷം ഹാരോൾഡ് എന്ത് ചെയ്തത്? knocked at the door again, വീണ്ടും വാതിൽ മുട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. and waited for about 2 minutes, എന്നിട്ട് എന്ത് ചെയ്തത്? 2 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. but again the door did not open, പക്ഷേ പിന്നെയും വാതിൽ തുറന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. Then Harold looked at the small boy and said in an angry voice, "Your mother is not at home." Then Harold looked at the small boy എന്ന് പറഞ്ഞാൽ പിന്നീട് ഹാരോൾഡ് എന്താ ചെയ്തത്? looked at the small boy എന്ന് പറഞ്ഞാൽ ചെറിയ ആൺകുട്ടിയെ നോക്കി. എന്താണ് എന്നിട്ട് പറഞ്ഞത്? and said in an angry voice, ദേഷ്യത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? യുവർ മദർ ഇസ് നോട്ട് അറ്റ് ഹോം എന്ന് ചോദിച്ചു. അതായത് നിന്റെ അമ്മ വീട്ടിലില്ലേ എന്ന് ചോദിച്ചു. ഷീ ഈസ്, ദ ബോയ് ആൻസേർഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഷീ ഈസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യെസ് ഷീ ഈസ് അറ്റ് ഹോം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൺകുട്ടി എന്താ ആൻസർ ചെയ്തത്? അമ്മ വീട്ടിലുണ്ട് എന്നാണ് ആൺകുട്ടി ആൻസർ ചെയ്തത്. ദെൻ വൈ ഹാസൻറ്റ് ഷീ ഓപ്പൺ ദി ഡോർ, ഹാരോൾഡ് ആസ്ക്ഡ്. അപ്പോൾ ഇവിടെ ഹാരോൾഡ് എന്താ ചോദിച്ചത്? എന്തുകൊണ്ടാണ് അമ്മ പിന്നെ വാതിൽ തുറക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ബിക്കോസ് ദിസ് ഇസൻറ്റ് മൈ ഹൗസ്, ദ സ്മോൾ ബോയ് ആൻസേർഡ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ മറുപടിയാണ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ കംപ്ലീഷനാണ് ഇത്. എന്തുകൊണ്ടാണ് അമ്മ വാതിൽ തുറക്കാഞ്ഞതെന്ന് ചോദിച്ചില്ലേ, അപ്പം അതിനുള്ള ഉത്തരമായിട്ടാണ് ഇവിടെ ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ ദിസ് ഇസ് നോട്ട് മൈ ഹൗസ്, അതായത് ഇതെൻ്റെ വീടല്ല എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ദി സ്മോൾ ബോയ് ആൻസേർഡ്, ചെറിയ ആൺകുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് പല ഓപ്ഷൻസ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹാരോൾഡ് ഡു വിത്ത് ഹിസ് ട്രക്ക്? ഓപ്ഷൻ എ, ഹി ക്യാരിഡ് ഹിസ് ഷൂസ് ഇൻ ഇറ്റ്. ഓപ്ഷൻ ബി, ഹി ടുക്ക് ഫുഡ് ഫ്രം വൺ ഹൗസ് ടു അനദർ. അപ്പോൾ എന്താണ് ആൻസർ? ഹി ക്യാരിഡ് ഹിസ് ഷൂസ് ഇൻ ഇറ്റ്. അതായത് ഇവിടെ എന്താ ചോദിച്ചത്? എന്താണ് ഹാരോൾഡ് ട്രക്ക് വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്? അതിൽ ഷൂസ് ക്യാരി ചെയ്തിരുന്നോ അതോ ഫുഡായിരുന്നോ ക്യാരി ചെയ്തിരുന്നത്? എന്താണ് ആൻസർ? ഹി ക്യാരിഡ് ഹിസ് ഷൂസ് ഇൻ ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബോട്ട് ഷൂസ് ഫ്രം ഹാരോൾഡ്? ഓപ്ഷൻ എ, പീപ്പിൾ ഇൻ ഷോപ്സ്. ഓപ്ഷൻ ബി, പീപ്പിൾ ഇൻ സ്മോൾ വില്ലേജസ്. ഓപ്ഷൻ സി, പീപ്പിൾ ഇൻ ദ ടൗൺ. എന്താണ് ആൻസർ? എക്സലൻറ്റ്, പീപ്പിൾ ഇൻ സ്മോൾ വില്ലേജസ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ഹൂ ബോട്ട് ഷൂസ് ഫ്രം ഹാരോൾഡ്? ആരാണ് ഷൂകൾ ഹാരോൾഡിൽ നിന്ന് വാങ്ങിയത്? ഓപ്ഷൻ എ, പീപ്പിൾ ഇൻ ഷോപ്സ്, കടകളിലെ ആളുകളാണോ? അല്ല. പീപ്പിൾ ഇൻ സ്മോൾ വില്ലേജസ് ആണോ?
അതോ പീപ്പിൾ ഇൻ ടൗൺ ആണോ, പട്ടണത്തിലെ ആൾക്കാരാണോ? ആൻസർ എന്താണ്? പീപ്പിൾ ഇൻ സ്മോൾ വില്ലേജസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹാരോൾഡ് സീ ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഹൗസ് ഇൻ എ വില്ലേജ്? ഓപ്ഷൻ എ ട്രക്ക്, ഓപ്ഷൻ ബി സ്മോൾ ബോയ്. എന്താണ് ആൻസർ? വെരി ഗുഡ്, ഓപ്ഷൻ ബി സ്മോൾ ബോയ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ഹാരോൾഡ് ഒരു ഗ്രാമത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ എന്താണ് കണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചത്. ട്രക്കാണോ കണ്ടത്, അതോ ആൺകുട്ടീനെയാണോ കണ്ടത്? ഓപ്ഷൻ ബി സ്മോൾ ബോയ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹാരോൾഡ് ഡു ടു ദ ബോയ്? ഓപ്ഷൻ എ ഹി ടോക്ക്ഡ് ടു ദി ബോയ്, ഓപ്ഷൻ ബി ഹി ടുക്ക് ഹിം ഇൻ ഹിസ് ട്രക്ക്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ഹി ടോക്ക്ഡ് ടു ദ ബോയ്. ഇവിടെ എന്താ ചോദിച്ചത്? ഹാരോൾഡ് എന്താണ് ആൺകുട്ടിയുടെ അടുത്ത് ചെയ്തത് എന്നാണ്. ഹി ടോക്ക്ഡ് ടു ദ ബോയ്, ആൺകുട്ടിയോട് സംസാരിച്ചു. ഓപ്ഷൻ ബി ഹി ടുക്ക് ഹിം ഇൻ ഹിസ് ട്രക്ക്, അതായത് അവൻ്റെ ട്രക്കിലേക്ക് അവനെ കയറ്റി എന്നാണോ? എന്താണ് ആൻസർ? ഹി ടോക്ക്ഡ് ടു ദ ബോയ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹാരോൾഡ് ടുക്ക് സം ഷൂസ് ഔട്ട് ഓഫ് ഹിസ് ട്രക്ക് ദെൻ? ഓപ്ഷൻ എ because he wanted to sell them to the boy, option B because he wanted to sell them to the boy's mother. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി because he wanted to sell them to the boy's mother. എന്തുകൊണ്ടാണ് ഹാരോൾഡ് കുറച്ച് ഷൂസ് ട്രക്കിൽ നിന്ന് എടുത്തത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ എന്താണ്? because he wanted to sell them to the boy, ആൺകുട്ടിക്ക് വിൽക്കണമായിരുന്നു എന്നാണോ, അതോ ആൺകുട്ടിയുടെ അമ്മയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ആൻസർ? ഓപ്ഷൻ ബി ബിക്കോസ് ഹി വാണ്ടഡ് ടു സെൽ ദം ടു ദ ബോയ്സ് മദർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിഡ് ദ ബോയ്സ് മദർ ഓപ്പൺ ദി ഡോർ? ഓപ്ഷൻ എ നോ ഷീ ഡിഡ് നോട്ട്, ഓപ്ഷൻ ബി യെസ് ഷീ ഡിഡ്. എന്താണ് ആൻസർ? വെരി ഗുഡ്, ഓപ്ഷൻ എ നോ ഷീ ഡിഡ് നോട്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ആൺകുട്ടിയുടെ അമ്മ വാതിൽ തുറന്നോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ആണോ നോ ആണോ? നോ ആണ് ആൻസർ. ഷീ ഡിഡ് നോട്ട് ഓപ്പൺ ദി ഡോർ. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹാരോൾഡ് ഡു ആഫ്റ്റർ വെയിറ്റിംഗ് ഫോർ 1 minute? ഓപ്ഷൻ എ ഹി നോക്ക്ഡ് അഗെയിൻ, ഓപ്ഷൻ ബി ഹി ഓപ്പൺ ദി ഡോർ. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ഹി നോക്ക്ഡ് അഗെയിൻ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? 1 മിനിറ്റ് കാത്തു നിന്നിട്ട് ഹാരോൾഡ് എന്താ ചെയ്തത്? വാതിൽ മുട്ടിയോ അതോ വാതിൽ തുറന്നോ? ഓപ്ഷൻ എ ഹി നോക്ക്ഡ് അഗെയിൻ, വാതിൽ വീണ്ടും മുട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് ദി ബോയ്സ് മദർ ഇൻ ദ ഹൗസ്? ഓപ്ഷൻ എ നോ ഷീ വാസ് നോട്ട്, ഓപ്ഷൻ ബി യെസ് ഷീ വാസ്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ നോ ഷീ വാസ് നോട്ട്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ആൺകുട്ടിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നോ എന്നാണ് ഇവിടെ ചോദിച്ചത്. എന്താണ് ആൻസർ? നോ ഷീ വാസ് നോട്ട്, വീട്ടിലുണ്ടായിരുന്നില്ല. നയൻത് ക്വസ്റ്റ്യൻ, why did boy's mother didn't come out? Option A because she was at the shop, option B because it was not her house. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി because it was not her house. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മ പുറത്തോട്ട് വരാഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആൻസർ? കാരണം അത് അവരുടെ വീടായിരുന്നില്ല. Did Harold become angry when the boy's mother didn't come out? No, he did not become angry. Option B, yes, he became angry. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി yes, he became angry. ഇവിടെ എന്താ ചോദിച്ചത്? ആൺകുട്ടിയുടെ അമ്മ പുറത്തേക്ക് വരാഞ്ഞപ്പോൾ ഹാരോൾഡ് ദേഷ്യപ്പെട്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? yes, he became angry. ഹാരോൾഡ് ദേഷ്യപ്പെട്ടു. അടുത്തത് നമ്മൾ ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കിയതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പോവാണ്. അപ്പോൾ എനിക്ക് ആൻസർ തരേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് ഇംഗ്ലീഷിൽ എനിക്ക് ആൻസേഴ്സ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാരോൾഡ് വില്യംസ് മെയ്ഡ് ഷൂസ് ഇൻ എ ഫാക്ടറി ആൻഡ് ബ്രോട്ട് ദം ടു പീപ്പിൾസ് ഹൗസസ് ഓർ ഫ്രണ്ട്സ് ഹൗസസ് ഇൻ എ ട്രക്ക്. എന്താണ് ആൻസർ? പീപ്പിൾസ് ഹൗസസ്. ഹാരോൾഡ് വില്യംസ് മെയ്ഡ് ഷൂസ് ഇൻ എ ഫാക്ടറി ആൻഡ് ബ്രോട്ട് ദം ടു people's houses in a truck. People in the town or villages bought a lot of his shoes because there were not many shops or they did not want to buy shoes there. അപ്പോൾ നമുക്ക് 2 ആയി ഡിവൈഡ് ചെയ്യാം ഇതിനെ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് വായിച്ചു നോക്കാം. People in dash bought a lot of his shoes. People in the town bought a lot of his shoes because
എന്താണ് ആൻസർ? There were not many shops there. One day, Harold was in a lorry or in front of one of the houses in a village. എന്താണ് ആൻസർ? One day, Harold was in front of one of the houses in a village. He saw a small boy near a door or window. He saw a small boy near a door. He opened his window or his car's door and spoke to the boy. എന്താണ് ആൻസർ? He opened his window and spoke to the boy. He was happy or sad because the boy's mother was at home. എന്താണ് ആൻസർ? He was happy because the boy's mother was at home. He wanted to sell her his truck or some of his shoes. എന്താണ് ആൻസർ? He wanted to sell her some of his shoes. He knocked at the back or door of the house, but the boy's mother did not open it. He knocked at the door of the house, but the boy's mother did not open it. Harold looked at or spoke to the boy angrily then, but the boy was right or wrong. His mother was or was not at home as it was not her house. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വായിക്കാം. Harold dashed the boy angrily then. എന്താണ് ആൻസർ? Harold spoke to the boy angrily then, but the boy was right or wrong? But the boy was right. His mother was or was not at home. His mother was not at home as it was not her house. അടുത്തത് നമ്മൾ നമ്മുടെ തേർഡ് എക്സസൈസിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടോ, അത് നമ്മൾ ഇന്ന് വായിച്ച പാസേജ് അനുസരിച്ച് ബേസ് ചെയ്തിട്ടുള്ളൊരു പിക്ചറാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതിന് യോജിച്ചൊരു ടൈറ്റിൽ നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇതിന് പറ്റിയൊരു ടൈറ്റിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് കാണിച്ച പിക്ചറിന് നിങ്ങൾ എന്ത് ടൈറ്റിലാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ ടൈറ്റിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.